കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു സമ്മാനപ്പൊതിയും കൊണ്ട് എൻ്റെ അടുക്കൽ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ വലിയ സമ്മാനപ്പൊതി ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനാണിതൊക്കെ? ഉസ്താദെ, പടച്ചോനോർത്തിത് വേണ്ടാന്ന് പറയരുത്. ഞാൻ ഇത്രയും വർഷം അനുഭവിച്ച മുഴുവൻ പ്രയാസങ്ങളും ഉസ്താദ് പറഞ്ഞു തന്ന ആ ദിക്റുകൾ കൊണ്ട് മാറിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതിലേറെ സുഖം ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യുപകാരമല്ല, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണല്ലോ ഹദിയ നൽകുക എന്നുള്ളത്. ഞാൻ ആ സന്തോഷത്തിന് ഉസ്താദിൻ്റെ കയ്യിലേക്ക് ഇത് നൽകാൻ വേണ്ടി വന്നതാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയോ? 2 മാസം മുൻപ് ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു വന്നിരുന്നു. മാരകമായ സിഹർ കൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയും അടഞ്ഞുപോയി എന്നുറപ്പായപ്പോൾ എല്ലാ പ്രതീക്ഷയും അറ്റുപോയ നേരത്താണ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. വളരെ നിസ്സാരമായ ചില സംഗതികൾ പറഞ്ഞു കൊടുത്തു. 2 മാസവും ഒരാഴ്ചയും കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഓടി വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിച്ചു എന്ന സന്തോഷ വർത്താനം അറിയിക്കാനാണ്. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്കും പഠിക്കണ്ടേ, എന്താണ് ഉസ്താദ് പറഞ്ഞു കൊടുത്തത്? നമുക്കെല്ലാവർക്കും അത് പഠിച്ച് ജീവിതത്തിൽ അന്വർത്ഥാക്കണ്ടേ? ഇത് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരത്ഭുതം നിറഞ്ഞ സ്വലാത്തും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടെൻഷനും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങി മുത്തുനബിയോടുള്ള ബന്ധം ദൃഢമാകാൻ ഉപകരിക്കുന്ന അതിവിശിഷ്ടമായൊരു സ്വലാത്ത് ചൊല്ലാനും അന്വർത്ഥമാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഒരാളും ഷെയർ ചെയ്യാതെ പോകരുത് കേട്ടോ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിവിശിഷ്ടമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി ആയിരിക്കണം കേട്ടോ. ഹാപ്പി അല്ലേ? സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിലപ്പുറം വലിയൊരു സന്തോഷം നമുക്ക് എന്താന്നേ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ മക്കളെ? അങ്ങനെ തന്നെയാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. സ്വബാഹുൽ ഖൈർ ഇല്ലാത്തൊരു ദിവസം ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, ഭയങ്കര പ്രയാസം. എങ്ങാനും ചില ഘട്ടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ ഈ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പെട്ടുപോകുമ്പോൾ സ്വബാഹുൽ ഖൈർ നടത്താൻ കഴിയില്ല. അപ്പോൾ വല്ലാത്തൊരു മാനസിക സംഘർഷമായിരിക്കും. പടച്ചോനെ, ഇന്ന് ഒത്തൊരുമിച്ച് കൂടിയിരുന്ന് നിനക്ക് ഹംദ് പറയാൻ പറ്റിയില്ലല്ലോ അല്ലാ എന്നുള്ളൊരു വേദന വരും. പക്ഷേ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ദിവസം മനോഹരൻ, അടിപൊളിയാണ്. ആ ഹംദിലങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് കാര്യവും അല്ലാ സെറ്റാക്കി തരാറുണ്ട്. അത് പ്രയാസമാണെങ്കിൽ പോലും തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്കല്ല തരാറുണ്ട്. അവിടെയാണ് പ്രയാസം ഉണ്ടാവില്ല എന്നൊന്നുമല്ല. പ്രയാസം വന്നാലും ഖൈർ, എല്ലാ സന്തോഷം കിട്ടിയാലും ഒക്കെ നമുക്ക് ഹാപ്പിനെസ്സാണ്. അൽഹംദുലില്ലാഹ്. ആ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ സ്വബാഹുൽ ഖൈറിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ? ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നോക്കുന്ന നിമിഷം. ഒരു ചെറുപ്പക്കാരൻ്റെ ചരിത്രം സംഗതി പറയാനുണ്ട്. ആ സഹോദരൻ എന്താണ് ഞാൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞുതരാം. അതിനു മുൻപ് വെള്ളിയാഴ്ച ദിവസം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ സ്വലാത്തുകൾ കേട്ടിരിക്കുന്ന, കണ്ടുകൊണ്ട് റസൂലുള്ള വീക്ഷിക്കുന്ന മനോഹരമായ നിമിഷമാണ് അല്ലേ? ഔഖഫ്തുൽ ഉമറ അലൈഹി ബിമദീഹൻ ബൈന യദൈഹി ഫവൽതുൽ അംറ ഇലൈഹി ഫഖ്തറു ലി റസൂലല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുനാക അമൂതു വഅഹ്യാ വറുഹു ബിത്വാഹ തഹ്യാ ഫഅകാദു ഉനാജിൽ വാഹിയാ ഫീ റൗദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ഏറ്റവും മനോഹരമായൊരു സദസ്സായി സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കട്ടെ. സ്വലാത്ത് വല്ലാത്തൊരു അത്ഭുതമല്ലേ അല്ലേ? എല്ലാ ടെൻഷനും അത് മായ്ച്ചു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ടെൻഷൻ ദുനിയാവിൽ മാത്രമല്ല, ഖബറിലെ ടെൻഷൻ മാറ്റും. ഖബറിൽ മുത്തുനബിയുടെ കൂട്ടുണ്ടാവും. അതിലപ്പുറം എന്താ വേണ്ടത് അല്ലേ? മുത്ത് റസൂലിൻ്റെ കൂട്ട് ഖബറിൽ ലഭിക്കാൻ
യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫിഖൈനി യാ മുഅയ്യദ് യാ മുമജ്ജദ് യാ റസൂലല്ലാഹ് യാ ഇമാമൽ ഖിബ്ലതൈനി യാ ഹബീബല്ലാഹ് യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും യാ റസൂലല്ലാഹ് സ്വലവാത്തുല്ലാഹി അലൈക്കും യാ ഹബീബല്ലാഹ്. മുത്തുനബിയുടെ കൂട്ട് കിട്ടും. നാളെ മഹ്ശറയിൽ ചെന്നാലോ അങ്ങല്ലാതാരാണ് നബിയെ? അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. മഹ്ശറിലും കൊട്ടാൻ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്താ? മുത്തുനബിയെ കാണൽ തന്നെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂർ മുഹമ്മദിൽ ലയിച്ചിരിക്കലാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ആ ആനന്ദമുള്ളവർക്കാണ്, ആ ആനന്ദം ലഭിക്കുന്നവർക്കാണ് ലിഖാ ഉള്ള ലഭിക്കുക, അള്ളാനെ കാണാൻ പറ്റുക. അള്ളാഹു തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് സ്വലാത്തിലാണ്. നമുക്കിതൊരു അത്ഭുത സ്വലാത്ത് ആദ്യം ചൊല്ലാം, എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ കടം വീടാനും, നിങ്ങളുടെ ടെൻഷൻ മാറാനും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങാനും, ജോലിയിൽ ബറക്കത്തുണ്ടാകാനും, അത് വീട്ടുജോലിയാകട്ടെ പുറത്തെ ജോലിയാകട്ടെ ഏത് ജോലിയിലും ബറക്കത്തുണ്ടാകാനും, മക്കളിൽ ബറക്കത്തുണ്ടാകാനും, ഇല്ല എല്ലാ ടെൻഷനും മാറാൻ ഈ സ്വലാത്ത് മനോഹരമായി ചൊല്ലണം. നമുക്കൊരു 3 തവണ ചൊല്ലാം. എന്നിട്ട് ഒരു 33 തവണ ഇന്ന് അസറിന് മുമ്പ് അല്ലെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പ് എല്ലാവരും ചൊല്ലി തീർക്കുക. ചെറിയൊരു സ്വലാത്താണ്. നോക്കിയേ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലിം കമാ തുഹിബ്ബു വതർദാ ലഹു. اللهم صل على سيدنا محمد وآله وسلم كما تحب وترضى له. اللهم صل على سيدنا محمد وآله وسلم كما تحب وترضى له. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നു. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റണില്ല, അത്ര ഇരുന്ന് കരയുന്നുണ്ട്. കരഞ്ഞ് ജീവിതമാകെ താളം തെറ്റി, കുടുംബജീവിതം തകർന്നു. അദ്ദേഹം പരമാവധി പറയുന്നുണ്ട്, ഉസ്താദെ ഞാൻ ഓരോ ക്ലാസ് കേട്ടിട്ട് ഇതൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കും. എൻ്റെ ഭാര്യയും നല്ല മോളാണ്, അവളും ഉസ്താദുമാരുടെ പ്രത്യേകിച്ച് ഉസ്താദിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ നോക്കും. പക്ഷേ അങ്ങോട്ട് ശരിയാകണില്ല, എന്തോ ഞങ്ങളെ വല്ലാതെ അകറ്റുന്നു, ഞങ്ങളെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്നു, ഞങ്ങളെയും മാതാപിതാക്കളെയും തമ്മിൽ തെറ്റിക്കുന്നു. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ. കച്ചവടത്തിനിറങ്ങി അത് നശിക്കുന്നു, ആകെ കടക്കണിയിൽപ്പെട്ടു. എനിക്ക് 6 വണ്ടികളുണ്ടായി, 6 വണ്ടി. ഇന്ന് എനിക്കൊരു ബൈക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ 5 കാറ് നഷ്ടപ്പെട്ടു, എൻ്റെ 5 കാറുകളും നഷ്ടപ്പെട്ടു സാധേ. അത്ര ഞാൻ തകർന്ന് തരിപ്പണമായിപ്പോയി. എത്രയോ കൊല്ലം കാണാത്ത ആളുകളില്ല, പോകാത്ത സ്ഥലങ്ങളില്ല. വല്ലാത്ത പരാധീനതയിലാണ്, പ്രയാസത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ആദ്യം എനിക്ക് പറയാനുള്ളത്, സിഹർ യാഥാർത്ഥ്യമാണ് അല്ലേ? എന്നാൽ എല്ലാം സിഹറാണോ? അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മുമ്പ് ഇതിൻ്റെ ക്ലാസ് എടുത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കണില്ല. എല്ലാം സിഹറാണോ? അല്ല. എന്നാൽ സിഹറില്ലേ? അങ്ങനെയും പറയാൻ പാടില്ല. സിഹറുണ്ട്, എന്നാൽ എല്ലാം സിഹറല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സിഹറുകൾ, കണ്ണേറുകൾ ഇതൊന്നും ഫലിക്കാതിരിക്കാനായിട്ട് നമ്മൾ പാലിക്കേണ്ട ചില സംഗതികളിൽ പെട്ടതാണ് എപ്പോഴും വുളു ഉണ്ടായിരിക്കുക. ഇടയ്ക്കൊക്കെ കയ്യുമൊക്കെ കഴിയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ വുളു എടുത്തോ. എപ്പോഴും വുളു ഉള്ളവരിലേക്ക്, മനസ്സറിഞ്ഞ് അള്ളാനെ തൃപ്തിപ്പെട്ടുകൊണ്ട് വുളു എടുക്കണവരിലേക്ക് ഇത്തരം ശൈത്വാനീയത്തുകൾ പെട്ടെന്ന് വന്ന് ഫലിക്കില്ല. ഈ വുളു എടുക്കണതിനെ വെറുതെ വുളു എടുത്തങ്ങോട്ട് നടക്കാനല്ല, നിസ്കാരം കൃത്യാക്കുക. നിസ്കരിക്കുമ്പോൾ അള്ളാഹിനോട് വർത്താനം പറയുകയാണെന്നുള്ള, എൻ്റെ റബ്ബിനോട് സംസാരിക്കുകയാണെന്നുള്ള തിരിച്ചറിവിൽ നിസ്കരിക്കുക. അപ്പോഴാണ് ഇതിനൊക്കെ ഫലം ഉണ്ടാവുക. മനസ്സിലായോ? അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കടത്ത് കഴിക്കുന്ന നിസ്കാരത്തിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഫലിക്കാതിരിക്കാനാണ് ആ ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞു കൊടുത്തെന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് മുമ്പ്. അതുപോലെ തന്നെ
ദുആ അത് വല്ലാത്തൊരു ആയുധം കേട്ടോ. പടച്ചോൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാം. ഈ തഹജ്ജുദിനൊക്കെ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പടച്ചോൻ എൻ്റെ ബുദ്ധിമുട്ട് മാറ്റാം, അതൊന്നും അല്ല ആദ്യം പറയേണ്ടത്. ആദ്യം അള്ളാഹുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇസ്തിഗ്ഫാർ ദുആ ചെയ്യുമ്പോൾ അൽഹംദ് സ്വലാത്തൊക്കെ കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാറും ഉണ്ട്. മനസ്സറിഞ്ഞ് പടച്ചോനെ പൊറുക്കണേ അല്ലാ, പൊറുക്കണേ, നീ പുറത്ത്, മലയാളത്തിൽ മതിയെന്നേ, അസ്തഗ്ഫിറുല്ലാ, നീ പുറത്ത് തന്നെ അല്ല, നീ അല്ലാണ്ട് ആരാ റബ്ബേ എനിക്ക് പുറത്ത് തരാൻ, ഞാൻ നിൻ്റെതല്ലേ അല്ല, നീ എൻ്റെതല്ലേ അല്ല. മനസ്സറിഞ്ഞ് അള്ളാഹുമായിട്ടൊരു ബന്ധത്തിൽ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കണ സമയത്ത് സിഹറും കണ്ണേറും കൊണ്ട് ഇടങ്ങേറാണ് റബ്ബേ, നീ മാറ്റിത്തരണേ അല്ല. അതൊരു വൈകാരിക ബന്ധത്തിൽ പറയേണ്ട സംഗതിയാണ്. ഇല്ല, നിങ്ങൾ ഈ പടച്ചവനോട് പറയണല്ലോ, പടച്ചവനെ പറ്റിക്കാനല്ലത്, നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുമ്പോൾ അള്ളാഹ് തട്ടൂല. അങ്ങനെയല്ല, നിങ്ങൾ ഈ തലയണ മന്ത്രമൊക്കെ ഇടയിലില്ലേ, ഇല്ലേ? ഈ അതെങ്ങനെയത് രാത്രി ഭർത്താവിനോട് അത്രമേൽ ഇഴുകിച്ചേരുന്ന നിമിഷത്തിൽ, അതെ നിങ്ങളുടെ ഉമ്മാനെ കൊണ്ട് വലിയ ഇടങ്ങേറാണ് കാക്ക, എപ്പോഴും എന്നിട്ട് ഇടങ്ങേറാക്കാണ്, എന്തെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെന്താ, ഇൻഷാല്ലാ പറഞ്ഞ് മനസ്സിലാക്കുക. ആ സമയത്ത് അവനെ എതിർക്കൂലാന്ന്. അത് സ്നേഹത്തിൻ്റെ ഒരു തീവ്രഭാവമാണ്. എന്നാൽ ഈ ഒരു സ്നേഹത്തിൽ ഇഴുകിച്ചേരുന്നതിന് മുമ്പ് നിങ്ങൾ കെട്ടിയം വരുമ്പോൾ തന്നെ നിങ്ങളും ഉമ്മാനെ കൊണ്ട് അങ്ങനെ പോരെ, മനുഷ്യന് 24 മണിക്കൂർ ഒരു ഉമ്മായി മോളും ഇത് തന്നെ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ തലയണ മന്ത്രത്തിൻ്റെ സെറ്റപ്പ് അള്ളാഹ്ക്ക് ഇത് വേണമെന്നല്ല കേട്ടോ ഞാനീ പറയണത്. അതായത് നമ്മൾ നമ്മുടെ തെറ്റുകളൊക്കെ തുറന്നു പറഞ്ഞ് അള്ളാഹുവിലേക്ക് ഇഴുകിച്ചേരുന്ന നിമിഷം ഉണ്ടല്ലോ, അള്ളാഹുവിലേക്ക് മനസ്സങ്ങ് അർപ്പിക്കണ നിമിഷത്തിൽ ചോദിക്കണം, എൻ്റെ സിഹറും എൻ്റെ കണ്ണീറൊക്കെ നീ ബാത്തിലാക്കി തരണേ അല്ലാ. അപ്പോൾ ഈ 2 സംഗതി നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഞാൻ ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു 7-8 കാര്യങ്ങൾ, 7-8 മന്ത്രങ്ങൾ. ഇത് കൃത്യമായി 40 ദിവസം പതിവാക്കാൻ പറഞ്ഞു. 40 ദിവസം, അങ്ങനെയാണ് നമ്മുടെ ഉസ്താദന്മാരൊക്കെ പറയാം. എല്ലാ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞും ഇത് നമ്മൾ ചിലതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചു. ഇത് നിങ്ങൾ 40 ദിവസം ഈ പറഞ്ഞ ക്വാളിറ്റിയോടുകൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഡെയിലി സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അതുപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 15 മിനിറ്റൊക്കെ മതി. സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതുക. മനസ്സറിഞ്ഞ്, കടത്തിഴിക്കാൻ വേണ്ടി ഓതരുത്, സമയം തീർക്കാൻ പർസാവ് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടമൊന്നും ഓതരുത്. മനസ്സറിഞ്ഞ് ഒരു 7 തവണ സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ഓതാം. അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഇഖ്ലാസ് 7 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതാം, കുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. അത് കഴിഞ്ഞ് 7 തവണ തന്നെ കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത് 7 തവണ ഓതുക. കുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത് 7 തവണ ഓതുക. ഇപ്പോൾ 4 സൂറത്തായില്ലേ, ഫാത്തിഹ, കുൽ ഹുവല്ലാഹു അഹദ്, കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ റബ്ബിൻ നാസ്. ഇത് കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി 3 തവണ ഓതുക. ആയത്തുൽ കുർസി എത്ര തവണ? 3 തവണ. അതൊക്കെ മനസ്സറിഞ്ഞ് അള്ളാഹുവിൽ ലയിച്ച് വേണം ഓതാൻ. എൻ്റെ റബ്ബിനെ മദ്ഹ് ചെയ്യാണെന്നുള്ള ബോധ്യത്തിൽ വേണം ഓതാൻ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തിൽ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ 2 ആയത്തുകൾ, അത് മുത്തുനബിയുടെ മദ്ഹാണ്. ആ ആയത്ത് കൊണ്ട് നീങ്ങാത്തൊരു പ്രശ്നമില്ല. ഇത് 3 തവണ. ഇത് എത്ര തവണ? ആ 2 ആയത്തുകൾ 3 തവണ. അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫത്തഹിൽ അവസാനത്തെ ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആയത്ത് 3 തവണ. അത്ഭുതങ്ങളുടെ കലവറയാണ് ആ സൂറത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഏവർക്കും അറിയുന്ന ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ 3 തവണ. അത് കഴിഞ്ഞിട്ട് അവസാനമായി അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഇതും 3 തവണ. ഇതൊക്കെ ഓതിയിട്ട് ആ കൂട്ടത്തിൽ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹളറത്തിലേക്കും ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളുടെയും ഹളറത്തിലേക്ക്, അതിൽ സ്വഹാബത്ത് വിട്ടു എല്ലാവരും വിട്ടു, മുഴുവൻ ഔലിയാക്കളുടെയും ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്നുള്ള നെയ്യത്തിൽ ഓതണം. എന്നിട്ട് ഇതൊക്കെ ഓതിക്കഴിഞ്ഞിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ കയ്യിലേക്ക് ഊതുക, തല മുതൽ കാല് വരെ തടവുക. ഇതൊരു ഇജാസത്ത് കിട്ടിയ അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളിൽ നിന്ന് അവരുടെ അനുവാദത്തോടെ നമുക്ക് കിട്ടിയൊരു സംഗതി പകർന്നു കൊടുത്തു. ഞാൻ നിങ്ങളിലേക്കത് പകർന്നു തരികയാണ്. ഇത് ഇപ്രകാരം ഒരു 40 ദിവസം. നിങ്ങൾക്ക് മനസ്സിലായി, ഫാത്തിഹ എത്ര എണ്ണം? 7, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 7, ഫലക്ക് 7, നാസ് 7, ആയത്തുൽ കുർസി 3, തൗബയുടെ അവസാനത്തെ 2 ആയത്ത് 3, സൂറത്തുൽ ഫത്ഹ് 3. അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു എന്ന് തുടങ്ങുന്ന ദിക്ർ 3, അഊദു ബികലിമാത്തി എന്ന് തുടങ്ങുന്ന ദിക്ർ 3. മൊത്തം 9 കാര്യങ്ങൾ. ഇത് ചെയ്തിട്ട് ഇഷ്ഫി നൂതുക, ശരീരം മുഴുവൻ തടവുക, എല്ലായിടത്തും എത്തട്ടെ. ഒരു 3 തവണ ഇഷ്ഫി നൂതിയിട്ട് 3 തവണ തടവുക. ഇത് 40 ദിവസം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് എല്ലാ ശർറും നീങ്ങണമെന്ന ഉറച്ച ബോധ്യത്തിൽ നിങ്ങൾ ചെയ്തു നോക്കിയേ, മാറും.
ആ ചെറുപ്പക്കാരൻ്റെ കണ്ണിൽ ഞാൻ അന്ന് കണ്ടത് സങ്കടത്തിൻ്റെ കണ്ണീരാണെങ്കിൽ ഇത്തവണ കണ്ടത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. ചിരിക്കണം മനുഷ്യൻ, അമ്മാതിരി ചിരിച്ചിരിക്കാൻ. അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ നീങ്ങി പോവാണ്. കുടുംബത്തിൽ സന്തോഷം, കുടുംബത്തിൽ സമാധാനം കിട്ടി, അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത് ഇല്ലേ? പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, സൂറത്തുൽ ബക്കറയിൽ ഈ സിഹർ ചെയ്യുന്ന ആളുകളെ ഇത് ഏറ്റവും വലിയ പരിപാടി എന്താണെന്ന് പറയുക? ആദ്യത്തെ പരിപാടി തന്നെ കുടുംബബന്ധം തെറ്റിക്കലാണ്, ഭാര്യനും ഭർത്താവിനും തമ്മിലടുപ്പിക്കലാണ്. ആ പരിപാടി തന്നെ നമ്മുടെ പല സിഹർ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെയും വീട്ടിൽ കാണാം. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാണ്, പിന്നെന്ത് സമാധാനം ഉണ്ടാവാനാ? അപ്പോൾ ഇവിടെ സമാധാനം കിട്ടി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ കൊണ്ടുവന്നു തന്ന മനോഹരമായ സമ്മാനം, അൽഹംദുലില്ലാ. അത് അദ്ദേഹം പോയ ഉടനെ മറ്റൊരാവശ്യക്കാരൻ വന്നപ്പോൾ ഞാൻ അവരിലേക്ക് അത് ഹദിയായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം അൽഹംദുലില്ലാ ആ ഒരു സന്തോഷം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഞാൻ അദ്ദേഹത്തെ അന്ന് കണ്ട കോലം, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് കണ്ടതിന് അനുഭവിക്കണം, അത്ര പ്രയാസത്തിലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി തരട്ടെ. ഇത് നിങ്ങൾ പതിവാക്കാൻ മറക്കരുത്. പിന്നെ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ചുരുങ്ങിയതൊരു 313 രൂപയെങ്കിലും ആ സ്വഹാബുൽ ബദരീങ്ങളുടെ പേരിൽ നേർച്ചാക്കിയിട്ട് ഈ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്കൊക്കെ ആ ഹദിയ പോകണം എന്നുള്ള നല്ല നെയ്യച്ചിൽ നിങ്ങൾക്കിതിലേക്ക് ഹദിയ ചെയ്യാം. ചുരുങ്ങിയത് 313, കൂടിയാൽ എത്ര വേണമെങ്കിലും ആവാട്ടോ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഈ പരിശുദ്ധമായ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ പൂർത്തീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായ മനോഹരമായൊരു ചോദ്യം, ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് വന്ന് വീണത്. ആദം നബിയും ഹവ്വാ ബീവിയും എവിടെയാണ് ഭൂമിയിൽ വന്നിറങ്ങിയത്? കമന്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മുത്തായ റസൂലുള്ളാൻ്റെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഏതെല്ലാം മുറാദുകൾ വെച്ചുകൊണ്ടാണോ ഈ സദസ്സിലിരിക്കുന്നത്, മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, മക്കൾ നന്നാകാൻ ആഗ്രഹിക്കുന്നവർ, വീടില്ലാത്തവർ, തൊഴിലിൽ ബർക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കടം കൊണ്ട് വലയുന്നവർ തുടങ്ങി എന്തേത് മുറാദാണോ മനസ്സിലുള്ളത് അതൊക്കെ പൂർത്തീകരിക്കണേ അല്ലാ. റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് ഇതിൻ്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.